നമസ്തേ. ഓം ശ്രീ ലളിതാംബികായ നമ. ശ്രീ ലളിതാ സഹസ്രനാമ പഠനത്തിൻ്റെ സൂക്ഷ്മാർത്ഥ വിചിന്തനത്തിൻ്റെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുകയാണ്. ഇതോടൊപ്പം തന്നെ നമ്മളുടെ പല പഠിതാക്കളും പല വിധത്തിലുള്ള സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സംശയങ്ങൾക്കുള്ള മറുപടി കൂടി ഈ സൂക്ഷ്മാർത്ഥ വിചിന്തനം ക്ലാസ്സുകൾക്കൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ അതിൽ വന്നൊരു പ്രധാന സംശയം ഈ ലളിതാ സഹസ്രനാമത്തെ പറ്റി എവിടെയാണ് പറയുന്നത് എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ഇതിപ്പോൾ സൂക്ഷ്മാർത്ഥ വിചിന്തനത്തിൻ്റെ അഡ്വാൻസ് ലെവൽ ക്ലാസ്സാണ്. നമ്മളുടെ തന്നെ യൂട്യൂബിൽ അതിൻ്റെ ഫസ്റ്റ് ലെവൽ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ വിശദമായിട്ട് ആദ്യം മുതൽ ഇതിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ചോദ്യം വന്നതുകൊണ്ട് ഒന്നുകൂടി പറയാം. ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഉദ്ഭവകഥ ദേവി ഭാഗവതം, ബ്രഹ്മാണ്ഡ പുരാണം എന്നിവയിൽ പ്രതിപാദിക്കുന്ന അതീവ ദൈവീകവും ഗൂഢാർത്ഥപൂർണവുമായിരിക്കുന്ന ഒരു കഥയായിട്ടാണ് ഋഷികൾ അതിനെപ്പറ്റി പറയുന്നത്. അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ലളിതോപാഖ്യാനം എന്ന ഭാഗത്തോട്ടാണ് ശ്രീ ലളിതാ സഹസ്രനാമം പ്രതിപാദിക്കുന്നത്. ശരിക്കും ഈ ഭാഗം ദേവി മാഹാത്മ്യത്തിൻ്റെയും ശ്രീവിദ്യ ഉപാസനയുടെയും ഹൃദയഭാഗമായിട്ട് കൂടിയിട്ടാണ് തന്ത്രശാസ്ത്രത്തിൽ നമ്മൾ പറയുക. അതിനെപ്പറ്റി നമ്മളൊന്ന് ഓടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഭണ്ഡാസുരൻ എന്ന പേരായ ഒരു മഹാദുഷ്ടനായിരിക്കുന്ന അസുരൻ കഠിന തപസ്സിലൂടെ ബ്രഹ്മാവിൽ നിന്ന് പല വിധത്തിലുള്ള വരങ്ങൾ നേടി. ആ ഭണ്ഡാസുരൻ തുടർന്ന് ദേവലോകത്തെയും മറ്റ് സൂക്ഷ്മലോകങ്ങളെയും ഒക്കെ അദ്ദേഹം പല വിധത്തിലുള്ള ആക്രമണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. ദേവന്മാർ, ഋഷികൾ, സിദ്ധന്മാർ ഇവർക്കൊക്കെ വളരെ വലിയ ഉപദ്രവമാണ് ഭണ്ഡാസുരനെ കൊണ്ടുണ്ടായത്. അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് കൂടി ആദിപരാശക്തിയെ പ്രാർത്ഥിച്ചു. അങ്ങനെ ആദിപരാശക്തിയെ പ്രാർത്ഥിച്ച സമയത്ത് ലളിതാ സഹസ്രനാമത്തിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു പോയതുപോലെ ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്ധ്യത, ചിദഗ്നികുണ്ഡ സംഭൂതത്തിൽ നിന്ന് ലളിതാ മഹാത്രിപുരസുന്ദരി ദിവ്യ ശോഭയോടെ പ്രത്യക്ഷയാവുകയും ആ ദേവി ശ്രീനഗരത്തിൻ്റെ രാജ്ഞിയായി വിരാജിച്ച് ഭണ്ഡാസുരനുമായി യുദ്ധം ചെയ്ത് ഭണ്ഡാസുരനെ വധിച്ച് ലോകശാന്തി പുനഃസ്ഥാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ കഥ. അങ്ങനെ ദേവിയുടെ ഈ ഒരു യുദ്ധവീര്യത്തെ, ആ യുദ്ധ പോരാട്ടത്തെ, ആ ഭണ്ഡാസുര വധത്തിന് ശേഷം ദേവന്മാരും ഋഷികളും സിദ്ധന്മാരും ഒക്കെ അത് ദേവിയുടെ മഹിമയെ സ്തുതിക്കാൻ തുടങ്ങി. അങ്ങനെ വശിന്യാദി വാഗ്ദേവതകളാകുന്ന ഋഷികൾ ദേവിയുടെ നാമത്തെ സ്തുതിച്ച് 1000 നാമങ്ങൾ രചിച്ചു. പിന്നീട് അത് ഹയഗ്രീവ മഹർഷി അഗസ്ത്യ മഹർഷിക്ക് ഈ 1000 ദിവ്യനാമങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഭൂമിയിലെ മനുഷ്യർക്ക് ജപിക്കാനായിട്ട് ലളിതാ സഹസ്രനാമം വരുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഉപദേശ പരമ്പര നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആദിപരാശക്തിയുടെ നാമങ്ങൾ തന്നെ ദേവിയുടെ തന്നെ സ്വരൂപങ്ങളായിരിക്കുന്ന വശിന്യാദി വാഗ്ദേവതകൾ ചൊല്ലി. അപ്പോൾ ആദിപരാശക്തിയിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം, അല്ലേ? മഹാവിഷ്ണുവിൻ്റെ തന്നെ അവതാരമായി കരുതപ്പെടുന്ന ഹയഗ്രീവദേവൻ, ഹയഗ്രീവ ഋഷി, ആ ഹയഗ്രീവ ഋഷിയിൽ നിന്ന് അഗസ്ത്യ മഹർഷിയിലേക്കെത്തി. അങ്ങനെ അഗസ്ത്യ അഗസ്ത്യന് നമുക്കറിയാമല്ലോ, ദക്ഷിണ ഭാരതത്തിലെ താന്ത്രിക ഉപാസനയുടെ, ദേവി ഉപാസനയുടെ പ്രധാന ആചാര്യന്മാരിൽ ഒരാളാണ് അഗസ്ത്യ മഹർഷി എന്ന് പറയുന്നത്. അപ്പോൾ അഗസ്ത്യ മഹർഷിയിലൂടെയാണ് ഈ ഭൂമിയിൽ മനുഷ്യർക്ക് ജപിക്കാനായിട്ട് ഈ ഒരു ലളിതാ സഹസ്രനാമം വന്നത്. അപ്പോൾ അതിൻ്റെ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഉൽപ്പത്തിയും അത് എപ്രകാരമാണ് മനുഷ്യനിലേക്ക് എത്തിയതെന്നാണ് നമ്മൾ പറയുന്നത്. ഈ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്, ഇത് ജപിക്കുന്നവന് സർവ്വസിദ്ധികളും ഭക്തിയും ജ്ഞാനവും ഭൗതികവും ആത്മീയവുമായിരിക്കുന്ന ഐശ്വര്യങ്ങളും മോക്ഷവും സിദ്ധിക്കും എന്നാണ് പറയുക. ദേവി തന്നെ ഗുരുവായി നമ്മുടെ മുമ്പിൽ വന്ന് ഇപ്പോൾ ശ്രീവിദ്യോപാസന പോലെ ഉള്ള ഉന്നതമായ താന്ത്രിക ഉപാസനകളിലേക്ക് നമ്മൾ നയിക്കുകയും യഥാസമയങ്ങളിൽ പല ഗുരുക്കന്മാരും ആചാര്യന്മാരും വലിയ പരമ്പരകളുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുകയും ചെയ്യും. അമ്മ തന്നെ ബന്ധിപ്പിക്കുകയും ചെയ്യും. ഭൗതികമായ പുരോഗതിയും ആത്മീയമായ പുരോഗതിയും അമ്മ നമുക്ക് നൽകും എന്നാണ് പറയുക. ഈ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതിന് എന്തെങ്കിലും വിധിയുണ്ടോ? പലർക്കും ഇത് ചൊല്ലാൻ ഭയമാണ് ചില സ്ഥലങ്ങളിലൊക്കെ. കാരണം ഇത് താന്ത്രിക മന്ത്രങ്ങളാണ്, യാന്ത്രിക മന്ത്രങ്ങളാണ്, ഗുരു ഉപദേശപ്രകാരം മാത്രമേ ജപിക്കാവൂ, ഇങ്ങനെയൊക്കെ പല വിധത്തിലുള്ള പ്രചരണങ്ങളുണ്ട്. ലളിതാ സഹസ്രനാമം താന്ത്രിക മന്ത്രങ്ങളുടെയും യൗകിക മന്ത്രങ്ങളുടെയും യാന്ത്രിക മന്ത്രങ്ങളുടെയും ഒരു സമുച്ചയം തന്നെയാണ്, മഹത്തായ മന്ത്രശാസ്ത്രം തന്നെയാണ്. എന്നാൽ ഹയഗ്രീവ മഹർഷി അഗസ്ത്യനോട് പറയുന്നുണ്ട്, അഗസ്ത്യൻ പിന്നീട് പറയുന്നുണ്ട്, ഇത് ഭൂമിയിൽ കലികാലത്തിൽ സാധാരണ മനുഷ്യർക്കും ഇത് ജപിക്കാം. അപ്പോൾ സാധാരണ മനുഷ്യർക്കും യോഗിക്കും താന്ത്രികനും യന്ത്രോപാസന ചെയ്യുന്നവനും ഒക്കെ ഇത് ജപിക്കാം എന്നുള്ളതാണ്. ഇത് ജപിക്കാവുന്ന ഏറ്റവും നല്ല സമയം ബ്രഹ്മമുഹൂർത്തം, സരസ്വതി യാമം എന്ന് പറയും. ഏതാണ്ട് 4 മണി മുതൽ 6 മണി വരെയുള്ള പ്രഭാത സമയത്ത്
നമുക്കിത് ജപിക്കുന്ന ഏറ്റവും നല്ലതാണ്. ഇല്ലെങ്കിൽ വൈകിട്ട് സൂര്യ അസ്തമയത്തോടു കൂടി ഒരു 6 മണിയോടുകൂടി ഉള്ള സമയങ്ങളിൽ 10 മണി വരെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ജപിക്കാം. ചൊവ്വാഴ്ചകൾ, വെള്ളിയാഴ്ചകൾ, നവമി, പൗർണമി, ദേവിയുടെ നക്ഷത്ര ദിനങ്ങളൊക്കെ ഇത് അതിവിശേഷമായിട്ട് ജപിക്കാം. വീട്ടിൽ നമ്മൾ സാധാരണക്കാരായിരിക്കുന്ന നമ്മൾ ജപിക്കുമ്പോൾ കുളിച്ച് ശുദ്ധമായിട്ട് വരിക, വൃത്തിയുള്ള സ്ഥലത്ത് നമ്മൾ ഇരിക്കുക, ഒരു ദീപം കത്തിച്ചു വയ്ക്കുക. എന്നിട്ട് ദേവിയുടെ ആ ഒരു ചിത്രം മുന്നിലുണ്ടെങ്കിൽ അതിനെ കാണാം, അല്ലെങ്കിൽ ഉള്ളിലുള്ള ചിത്രത്തെ കാണാം. യന്ത്രോപാസനകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ശ്രീചക്രം പോലെയുള്ള യന്ത്രങ്ങൾ മുമ്പിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ദേവിയുടെ ഒരു രൂപം, പ്രതിമ ഇതൊക്കെ വെച്ചിട്ട് ദീപം തെളിയിച്ചിട്ട് ജപിക്കാം. ഇനി പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജപിക്കുന്ന രീതിയുണ്ട്, കുങ്കുമം അർപ്പിച്ചുകൊണ്ട് ജപിക്കുന്ന രീതിയുണ്ട്. ജപിക്കുന്നതിൻ്റെ ക്രമം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ശുദ്ധമായ ഉച്ചാരണം, സ്ഫുടതയോടെ ജപിക്കണം. അതിവേഗത്തിലാകരുത്, വളരെ സ്ലോവിലുമാകരുത്. നമുക്ക് കേൾക്കാവുന്ന ഉച്ചത്തിൽ വൈഖരിയിൽ ജപിക്കാം, അല്ലെങ്കിൽ ചുണ്ടുകൾ കൊണ്ട് ഉപാംശുവിൽ ജപിക്കാം. ജിഹ്വികം, നാവ് മാത്രം അനക്കി ജപിക്കാം, ഇല്ലെങ്കിൽ മാനസികമായിട്ട് നമുക്ക് ജപിക്കാം. ആദ്യഘട്ടത്തിൽ കേൾക്കാവുന്ന ഉച്ചത്തിൽ വൈഖരി ജപം, വാഗൊണ്ട് ചൊല്ലുന്നത് ചെവി കൊണ്ട് കേട്ട് ജപിക്കുന്നതാണ് ഉത്തമം. നമ്മൾ ഓരോ നാമവും ദേവിയുടെ ചൊല്ലുന്ന സമയത്ത് ആ ദേവിയുടെ ആ നാമത്തെ നമ്മളത് മനസ്സിൽ തെളിയണം. ഇപ്പോൾ ശ്രീമാതാ, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി, അതിനാണ് നമ്മൾ ഈ ശ്രീ ലളിതാ സഹസ്രനാമ പഠനത്തിൽ ദേവിയുടെ അർത്ഥവും സൂക്ഷ്മാർത്ഥവും ഒക്കെ പഠിച്ചു പോകുന്നത്. അപ്പോൾ അതൊക്കെ ശരിയായ രീതിയിൽ പഠിച്ച് ഒരു നോട്ടൊക്കെ എഴുതി വായിച്ചു കഴിഞ്ഞാൽ ഓരോ നാമവും ജപിക്കുമ്പോൾ അതെന്താണ് നാമം എന്ന് അർത്ഥമറിഞ്ഞ് നമുക്ക് ചെയ്യാൻ കഴിയും. ആ ദേവിയുടെ രൂപസ്മരണയോടെ, നാമസ്മരണയോടെ, മന്ത്രാർത്ഥ സ്മരണയോടെ ചെയ്യാൻ കഴിയും. അപ്പോൾ അത് വളരെ പവർഫുള്ളായിട്ട് നമുക്ക് പറ്റും. പരമാവധി ജപിക്കുമ്പോൾ പൂർണ്ണമായിട്ട് ലളിതാ സഹസ്രനാമം പൂർണ്ണമായിട്ട് ജപിക്കുക. പഠിക്കുന്നൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ പറ്റുന്നത്രയും മാത്രം ജപിച്ചാൽ മതി. എപ്പോഴും ജപിക്കുമ്പോൾ ആ ധ്യാന ശ്ലോകം സിന്ദൂരാർണ വിഗ്രഹം ജപിച്ചു കൊണ്ടിട്ട് അങ്ങനെ പോരുന്നതാണ് നല്ലത്. അവസാനം ജപം തീരുമ്പോൾ എല്ലാം അമ്മയിൽ സമർപ്പിക്കുക. മനസ്സാവാച കർമ്മണ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞോ അറിയാതെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ അത് മാപ്പ് നൽകാനായിട്ട് അമ്മയോട് പ്രാർത്ഥിക്കുക. ഭൗതികവും ആത്മീയവുമായ എല്ലാ ഐശ്വര്യാഭിവൃദ്ധികളും അമ്മയുടെ അനുഗ്രഹത്താൽ ഉണ്ടാകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന കൂടി നമ്മൾ അതിൻ്റെ അത് നടത്തുക. ഇതൊക്കെയാണ് അതിൻ്റെ സാധാരണഗതിയിലുള്ള ലളിതാ സഹസ്രനാമത്തെപ്പറ്റി, അതിൻ്റെ ഉപാസനാവിധിയെപ്പറ്റി, വീട്ടിൽ ചൊല്ലാവുന്ന രീതിയെപ്പറ്റി ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ ഒരു ചോദ്യം വന്നതുകൊണ്ട് ഈ ക്ലാസ്സിനോടനുബന്ധിച്ച് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച നാമങ്ങളുടെ തുടർച്ചയായിട്ട് ബാക്കി നാമങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. അതിൻ്റെ സൂക്ഷ്മാർത്ഥ വിചിന്തനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. കഴിഞ്ഞ തവണ ശ്രീമാതാ, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി, ചിതഗ്നികുണ്ഠസംഭൂത, ദേവകാര്യസമുദ്ധ്യത, ഉദ്യദ്ഭാനുസഹസ്രാഭ, ചതുർബാഹുസമന്വിത, രാഗസ്വരൂപപാഷാഢ്യ, ക്രോധാകാരാങ്കുശോജ്വല, മനോരൂപേഷു കോദണ്ഡ, പഞ്ചതന്മാത്രസായക. ഇത്രയും നാമങ്ങളുടെ അർത്ഥവും സൂക്ഷ്മാർത്ഥവും നമ്മൾ പറഞ്ഞു. അടുത്ത നാമത്തിലേക്ക് നമുക്ക് കിടക്കാം. നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല. നിജ അരുണ പ്രഭ പൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. ഇതിൻ്റെ വളരെ പദാനുപത തിരിച്ചിട്ടുള്ള അർത്ഥമൊക്കെ നമ്മുടെ ആദ്യ ക്ലാസ്സുകളിൽ, ലളിതാ സഹസ്രനാമത്തിൻ്റെ ആദ്യ ക്ലാസ്സുകളിൽ ഉണ്ട്, നമ്മുടെ യൂട്യൂബിലുണ്ട്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ പദാനുപത അർത്ഥം പറയുന്നില്ല, ടോട്ടലൊരു അർത്ഥം പറഞ്ഞ് സൂക്ഷ്മാർത്ഥത്തിലേക്കാണ് പോവുക. അപ്പോൾ ഇവിടെ പറയുന്നത് നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. തൻ്റെ ശരീരത്തിൽ നിന്നുള്ള ചുവന്ന പ്രകാശധാരയിൽ, നിജ അരുണ, അരുണം ചുവന്ന നിറം, പ്രഭാപൂരം ആ പ്രകാശത്തിൽ, മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല ഈ പ്രപഞ്ചത്തെ ഒന്നാകെ മുഴുവൻ ആ പ്രകാശത്തിൽ നിറച്ചിരിക്കുന്നവളായ ദേവിയാണ് പറയുക. ഇത്രയേ ഉള്ളൂ. ദേവി സർവ്വതിലും നിറഞ്ഞു നിൽക്കുന്നു. ഓരോ അണുവിലും, ഈ ബൃഹത്തായിട്ടുള്ള പ്രപഞ്ചത്തിലും, ഭൂമിയിലും, സ്വർഗത്തിലും, അസുരലോകത്തും, പാതാളലോകത്തും, സ്ഥൂല സൂക്ഷ്മ കാരണലോകങ്ങളിലുമെല്ലാം അമ്മ നിറഞ്ഞു നിൽക്കുന്നു. ഇപ്പോൾ ഭൂമിയിൽ വായു, നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ വായു ഉണ്ട് അല്ലേ, അതിൽ ഓക്സിജൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. എന്നതുപോലെ അമ്മയില്ലാത്തതൊന്നുമില്ല. സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും കാരണത്തിലും ലളിതാംബികയുണ്ട്. എന്നിലും നിന്നിലും അമ്മയുണ്ട്. തൂണിലും തുരുമ്പിലും അമ്മയുണ്ട്. പൂവിലും പുഴുവിലും ലളിതാംബികയുണ്ട്. സർവം ആ ദിവ്യജനനി, ജഗജ്ജനനിയാണെന്ന് പറയും അല്ലേ. നമ്മൾ സർവം ബ്രഹ്മമയം എന്ന് പറയുന്നത് പോലെ സർവവും ലളിതാമയമാണെന്നാണ് പറയുക. അപ്പോൾ തൻ്റേതായ ആ ഒരു പ്രഭാമണ്ഡലം, തൻ്റേതായിരിക്കുന്ന ആ ഒരു പ്രകാശധാര അതെല്ലായിടത്തും നിറച്ചു നിൽക്കുന്ന, സർവ്വതിലും നിറഞ്ഞു നിൽക്കുന്നതായിരിക്കുന്ന ആ ദേവിയാണ് ഈ ഒരു നാമത്തിൽ വർണ്ണിക്കുക. നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല. അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാം നിഹിതോസ്യ ജന്തോ എന്ന് കേട്ടിട്ടുണ്ട്. അണുക്കളിൽ വെച്ച് അണുവിലും,
ബൃഹത്തായതിൽ വെച്ച് ബൃഹത്തായതിലും വലുതായതിൽ വെച്ച് വലുതായതിലും ബ്രഹ്മചൈതന്യം ഈശ്വരീയ ചൈതന്യം നിറയുന്നു എന്ന് പറയുന്നു. ഇതേ അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ പറയുക. ആ അമ്മ സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും കാരണത്തിലും നിറഞ്ഞു നിൽക്കുന്നു. അമ്മ എന്നിലും നിന്നിലും പൂവിലും പുഴുവിലും നായിലും നരിയിലും സർവ്വതിലും അമ്മ ശ്രീ ലളിതാംബികയാണ്. അതായത് സർവ്വവ്യാപിയായ ആ ദേവിയാണ് ഈ നാമത്തിൽ വർണ്ണിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. നിജാരുണപ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല, നിജാരുണപ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല. അടുത്ത നാമം ചമ്പകാശോകപുന്നാക സൗഗന്ധിക ലസത്കജ. ചമ്പകാശോകപുന്നാക സൗഗന്ധികലസത്കജ. ചമ്പകാശോകപുന്നാക സൗഗന്ധികലസത്കജ. ഇനി നോക്കൂ, നമ്മൾ ശ്രീമാതാ, ശ്രീ മഹാരാജ്ഞി തുടങ്ങിയ നാമങ്ങൾ ഇങ്ങനെ ചൊല്ലി വന്നു. അത് ശ്രീമാതാവായ ദേവിയെപ്പറ്റി, മഹാരാജ്ഞിയായ ദേവിയെപ്പറ്റി നമ്മൾ പറഞ്ഞു. ചതുർബാഹുവോടുകൂടി വന്ന ദേവിയെപ്പറ്റി നമ്മൾ പറഞ്ഞു. ചിദഗ്നികുണ്ഡ സംഭൂതയായ ദേവിയെപ്പറ്റി നമ്മൾ പറഞ്ഞു. ആ ദേവിയുടെ ഒരു കയ്യിൽ കയറും ആനത്തൊട്ടിയും കരിമ്പിൻ വില്ലും പഞ്ചബാണങ്ങളും ഉണ്ട് എന്ന് നമ്മൾ ആ ദേവിയെപ്പറ്റി പറഞ്ഞു. അടുത്ത നാമങ്ങളിലേക്ക് നമ്മൾ വന്നപ്പോൾ ആ ദേവി സർവ്വതിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണെന്ന് നിജാരുണ പ്രഭാപൂരത്തിൽ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതിൽ ദേവിയുടെ വർണ്ണനകളാണ്. ദേവിയുടെ ആ മുടി മുതൽ അടി വരെയുള്ള വർണ്ണനകളെ നമുക്കിനി കാണാൻ പറ്റും. അപ്പോൾ അത് ആരംഭിക്കുന്നത് ആ മുടി മുതലാണ്. ചമ്പകാശോകപുന്നാക സൗഗന്ധികലസത്കജ. ചമ്പകാശോകപുന്നാക സൗഗന്ധികലസത്കജ. ചെമ്പകം, അശോകം, പുന്നാകം, സൗഗന്ധികം എന്നിങ്ങനെയുള്ള വിശിഷ്ടമായിരിക്കുന്ന പൂക്കൾ കൊണ്ട്, പൂക്കളുടെ പേരാണ് ചമ്പകം, അശോകം, പുന്നാകം, സൗഗന്ധികം എന്നീ പൂക്കൾ കൊണ്ട് അലങ്കൃതമായ ലസത് കജ. കജ മുടിയോട് കൂടിയവളായിരിക്കുന്ന ദേവി. ലസത് കജ അലങ്കൃതമായ മുടിയോട് കൂടിയവൾ. അതായത് അമ്മ ലളിതാംബികയുടെ ആ പാറിപ്പറക്കുന്ന സമൃദ്ധമായ ആ ഒരു മുടി, സ്ത്രീ സൗന്ദര്യത്തിൻ്റെ പ്രതീകമാണ് അവളുടെ മുടി എന്ന് പറയും. അപ്പോൾ സൗന്ദര്യത്തിൽ വെച്ച് അതീവ സുന്ദരിയാണ്, പ്രപഞ്ചമാതാവാണ്, സൗന്ദര്യവതിയാണ് അമ്മ എന്നാണ് പറയുക. അപ്പം അമ്മയുടെ മുടിയിൽ എന്തൊക്കെ അണിഞ്ഞിട്ടുണ്ട്? ചെമ്പകപ്പൂവുണ്ട്, അശോകത്തിൻ്റെ പൂവുണ്ട്, പുന്നാകത്തിൻ്റെ പൂവുണ്ട്, സൗഗന്ധിക പൂക്കളുണ്ട്. അതിൻ്റെയൊക്കെ പൂക്കൾ മുടിയിലണിഞ്ഞ് സുഗന്ധം പരത്തിക്കൊണ്ട് പറക്കുന്ന മുടിയോടുകൂടി ആ ദേവിയാണ് ഇവിടെ വർണ്ണിക്കുക. ഈ നാമം ചൊല്ലുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ തെളിയണം. ആ ദേവിയുടെ മുടി, ലസത് കജ അലങ്കൃതമായ ദേവിയുടെ മുടി, അതിൽ ചെമ്പകപ്പൂവും അശോകവും പുന്നാകവും സൗഗന്ധികവും ഒക്കെ ഇങ്ങനെ അതെല്ലാം അണിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു മണം, സുഗന്ധം എല്ലായിടത്തും പരന്നിരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യണം. ചമ്പകാശോകപുന്നാക സൗഗന്ധികലസത്കജ. ചമ്പകാശോകപുന്നാക സൗഗന്ധികലസത്കജ. അടുത്തത് പറയുന്നു, ആ ദേവിയുടെ മുടിയിൽ ഒരു കിരീടം വച്ചിട്ടുണ്ട്. കുരുവിന്ദമണിശ്രേണി കനത്കോടീരമണ്ഡിത. കുരുവിന്ദമണിശ്രേണി കനത്കോടീരമണ്ഡിത. കുരുവിന്ദമണിശ്രേണി, കുരുവിന്ദം എന്ന പത്മരാഗ രത്നങ്ങൾ പതിപ്പിച്ച കിരീടം. കനത്കോടീരമണ്ഡിത, കിരീടം ധരിച്ചിരിക്കുന്നവളായ ദേവിയാണ്. അപ്പോൾ ആ പാറിപ്പറക്കുന്ന ദേവിയുടെ മുടി, ആ മുടിയുടെ മുകളിൽ കുരുവിന്ദം എന്ന പത്മരാഗരത്നങ്ങൾ പതിപ്പിച്ച തിളങ്ങുന്ന കിരീടമമ്മ ധരിച്ചിട്ടുണ്ട്. അതാണ് കുരുവിന്ദമണിശ്രേണി കനത്കോടീരമണ്ഡിത. അടുത്ത നാമം നോക്കൂ, അഷ്ടമീചന്ദ്രവിഭ്രാജ അളികസ്ഥലശോഭിത. അഷ്ടമീചന്ദ്രവിഭ്രാജ അളികസ്ഥലശോഭിത. അഷ്ടമി തിഥിയിലെ ചന്ദ്രൻ്റെ ആകൃതിയിലുള്ള മനോഹരമായ നെറ്റിത്തടത്തോടു കൂടിയവൾ, അല്ലെ? അഷ്ടമീ ചന്ദ്രൻ, അർദ്ധചന്ദ്രനായിരിക്കുന്ന അഷ്ടമീ ദിനത്തിലെ ആ ചന്ദ്രനെ പോലെ അതിമനോഹരമായിരിക്കുന്ന ആ ഒരു നെറ്റിത്തടം. ആ നെറ്റിത്തടത്തെ പറ്റിയാണ് പറയുക. അപ്പം മുടിയെപ്പറ്റി പറഞ്ഞു, ആ മുടിയുടെ മുകളിൽ വച്ചിരിക്കുന്ന കുരുവിന്ദം എന്ന പത്മരാഗ രത്നങ്ങൾ പതിപ്പിച്ചിരിക്കുന്ന കിരീടത്തെപ്പറ്റി പറഞ്ഞു, തിളങ്ങുന്ന കിരീടത്തെപ്പറ്റി പറഞ്ഞു. ആ കിരീടത്തിന് താഴെ അഷ്ടമി തിഥിയിലെ ചന്ദ്രൻ്റെ ആകൃതിയിലുള്ള മനോഹരമായ ദേവിയുടെ ആ ഒരു നെറ്റിത്തടത്തെപ്പറ്റി പറഞ്ഞു. അഷ്ടമീചന്ദ്രവിഭ്രാജ അളികസ്ഥല ശോഭിത. അപ്പോൾ ഇത് ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ഇങ്ങനെ കടന്നു വരണം. ചമ്പകാശോക പുന്നാക സൗഗന്ധികല സത്കജ അമ്മയുടെ മുടി, കുരുവിന്ദമണിശ്രേണി കനത്കോടീരപണ്ഡിത അമ്മയുടെ തിളങ്ങുന്ന രത്നം പതിപ്പിച്ചിരിക്കുന്ന അമ്മയുടെ കിരീടം, അഷ്ടമീചന്ദ്രവിഭ്രാജ അളികസ്ഥല ശോഭിത. ആ കിരീടത്തിൻ്റെ താഴെ ആ ചന്ദ്രൻ്റെ ആ അർദ്ധാകൃതി പോലെ മനോഹരമായ ആ ഒരു നെറ്റിത്തടം. ഇതൊക്കെ നമുക്ക്
നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകണം. അടുത്ത വരി നോക്കാം. അഷ്ടമീചന്ദ്രവിഭ്രാജലികസ്ഥലശോഭിത മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭിവിശേഷക. മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭിവിശേഷക. മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭിവിശേഷക. ചന്ദ്രൻ, നമ്മൾ ചന്ദ്രനെ ഭൂമിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ചന്ദ്രൻ നല്ല വെളുത്തതാണ്. പക്ഷേ ഈ മറുക് പോലെ ചില പൊട്ടുകൾ നമുക്ക് കാണാം. ചന്ദ്രനിലുള്ള ഗർത്തങ്ങളാണ് ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ. പക്ഷെ അത് ചന്ദ്രനൊരു അഭംഗിയല്ല, അത് ചന്ദ്രൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുകയാണ് അല്ലേ. ചന്ദ്രനിലെ ആ മറുക് അല്ലെങ്കിൽ ആ കറുത്ത നിറം, കളങ്കം പോലെ ദേവിയുടെ ചന്ദ്രബിംബം പോലുള്ള മുഖത്ത് കസ്തൂരി കൊണ്ടുള്ളൊരു തിലകം ശോഭിക്കുന്നു അല്ലേ. നമ്മളെല്ലാം കുറി തൊടാറില്ലേ, ചന്ദനം തൊടാറുണ്ട്, ഭസ്മം തൊടാറുണ്ട്, കുങ്കുമം തൊടാറുണ്ട്. ഇപ്പോൾ വൈഷ്ണവർ ചന്ദനം തൊടും. പൊതുവെ ശൈവ പരമ്പരയിലുള്ളവർ ഭസ്മം ധരിക്കും. ദേവീ ഉപാസകരായിരിക്കുന്നവർ കുങ്കുമം ധരിക്കും. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ അതവരുടെ ഒരു അടയാളമാണെന്ന് പറയും. ഏതാണ് അവൻ്റെ പരമ്പര? വൈഷ്ണവ തിലകം കാണും, അല്ലെങ്കിൽ ഭസ്മക്കുറി കാണും, അല്ലെങ്കിൽ ഇത് കുങ്കുമപ്പൊട്ട് കാണും. അതുകൊണ്ട് തന്നെ ആൾ മനസ്സിലാകും ഏത് മേഖലയിലുള്ള ഉപാസകനാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ആ ദേവിയുടെ മനോഹരമായ ആ ഒരു നെറ്റിത്തടത്തിൽ ഒരു കുറിയുണ്ട്, കസ്തൂരി കൊണ്ടുള്ള ഒരു തിലകം ചാർത്തിയിട്ടുണ്ട്. ആ തിലകം എങ്ങനെയാണ്? നമ്മൾ ഇവിടെ ചന്ദ്രനെ കാണുമ്പോൾ ചന്ദ്രൻ്റെ ആ ഒരു ചന്ദ്രബിംബത്തിൽ കറുത്ത പൊട്ടുകൾ കാണാൻ പറ്റും എന്നതുപോലെ അതൊരിക്കലും ചന്ദ്രനെ അഭംഗിയല്ല. എന്നപോലെ ദേവിയുടെ അതിമനോഹരമായിരിക്കുന്ന ആ ഒരു നെറ്റിത്തടത്തിൽ കസ്തൂരി തിലകം ചാർത്തിയിട്ടുണ്ട്. അത് ചന്ദ്രബിംബം പോലെ അത് തിളങ്ങുന്നു. ചന്ദ്രനിലെ ആ കളങ്കം, ആ ഒരു മറുക് ചന്ദ്രൻ അഴക് വർദ്ധിപ്പിക്കുന്നത് പോലെ ആ കസ്തൂരി തിലകം ദേവിയുടെ നെറ്റിത്തടത്തിൽ വളരെയധികം സൗന്ദര്യം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ നാമത്തിൻ്റെ അർത്ഥം. മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭിവിശേഷക. മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭിവിശേഷക. അടുത്ത നാമത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ വദനസ്മരമാംഗല്യാഗൃഹതോരണ ചില്ലിക. വദനസ്മരമാംഗല്യാഗൃഹതോരണ ചില്ലിക. അപ്പോൾ ദേവിയുടെ മുടിയെപ്പറ്റി പറഞ്ഞു, മുടിയിൽ ചൂടിയിരിക്കുന്ന കിരീടത്തെപ്പറ്റി പറഞ്ഞു, കിരീടത്തിന് താഴെയുള്ള നെറ്റിത്തടത്തെപ്പറ്റി പറഞ്ഞു, നെറ്റിത്തടത്തിൽ ചാർത്തിയിരിക്കുന്ന കസ്തൂരി തിലകത്തിൻ്റെ ശോഭയെപ്പറ്റി നമ്മൾ പറഞ്ഞു. ഇനി അതിന് താഴെ, നെറ്റിത്തടത്തിന് താഴെ കസ്തൂരി തിലകത്തിന് താഴെയുള്ള പുരികക്കൊടികളെപ്പറ്റിയാണ് പറയുക. അപ്പം മുടി മുതൽ അടിവരെയുള്ള വർണ്ണനയാണ്. ദേവിയുടെ ആ ഒരു രൂപം നമ്മുടെ മനസ്സിൽ തെളിയണം. വദനസ്മരമാംഗല്യാഗൃഹതോരണ ചില്ലിക. കാമദേവൻ്റെ മംഗളഭവനത്തിൻ്റെ വാതിലുകൾ കെട്ടിയിരിക്കുന്നത് പോലെ, ഒരു ആർച്ച് രീതിയിൽ കെട്ടിയിരിക്കുന്നത് പോലെ ദേവിയുടെ പുരികങ്ങൾ തോരണങ്ങൾ പോലെ മനോഹരമാണ്. കാമദേവൻ്റെ മംഗളഭവനത്തിൻ്റെ വാതിലിൽ കെട്ടിയിരിക്കുന്ന തോരണങ്ങൾ പോലെ ആ ദേവിയുടെ ആ ചില്ലിക എന്ന് വെച്ചാൽ പുരികക്കൊടികൾ മനോഹരങ്ങളാണ്. നീണ്ട ആ ഒരു വളഞ്ഞ് നിൽക്കുന്നതായിരിക്കുന്ന ആ ഒരു ചില്ലിക കാമദേവൻ്റെ ഗൃഹത്തിന് അലങ്കാരം എന്നതുപോലെ ദേവിയുടെ ആ പുരികക്കൊടികൾ ദേവിയുടെ മുഖത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആ പുരികക്കൊടികളുടെ സൗന്ദര്യമാണ് പറയുന്നത്. വദനസ്മരമാംഗല്യാഗൃഹതോരണ ചില്ലിക. വദനസ്മരമാംഗല്യാഗൃഹതോരണ ചില്ലിക. അടുത്ത വരി വക്ത്രലക്ഷ്മീപരീവാഹചലന്മീനാഭലോചന. വക്ത്രലക്ഷ്മീപരീവാഹചലന്മീനാഭലോചന. വക്ത്രം മുഖം. ദേവിയുടെ മുഖമാകുന്ന തടാകത്തിലെ കാന്തിയാകുന്ന വെള്ളത്തിൽ തത്തിക്കളിക്കുന്ന മീനുകളെ പോലെയാണ് അമ്മയുടെ കണ്ണുകൾ അല്ലേ. വെള്ളത്തിൽ പരൽമീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാറുണ്ട് എന്നതുപോലെ ദേവിയുടെ അതിമനോഹരമായിരിക്കുന്ന കണ്ണുകളെ അവിടെ വിശേഷിപ്പിക്കുകയാണ്. വെള്ളത്തിൽ, തടാകത്തിലെ കാന്തിയാകുന്ന വെള്ളത്തിൽ തത്തിക്കളിക്കുന്ന മീനുകളെ പോലെ അമ്മയുടെ മുഖത്തെ കണ്ണുകൾ, ആ ചടുലമായിരിക്കുന്ന കണ്ണുകളുടെ സൗന്ദര്യമാണ് പറഞ്ഞത്. പുരികക്കൊടികൾക്ക് താഴെയുള്ള കണ്ണുകളെ പറ്റിയിട്ടാണ് ഈ നാമത്തിൽ വർണ്ണിക്കുന്നത്. വക്ത്രലക്ഷ്മീപരീവാഹ ചലന്മീനാഭലോചന. വക്ത്രലക്ഷ്മീപരീവാഹ ചലന്മീനാഭലോചന. ദേവിയുടെ മുഖമാകുന്ന തടാകത്തിലെ കാന്തിയാകുന്ന വെള്ളത്തിൽ, ആ ഉപമയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. തത്തിക്കളിക്കുന്ന മീനുകളെ പോലെയാണ് അമ്മയുടെ കണ്ണുകൾ അല്ലേ. ഭക്തനെ കാണുമ്പോൾ ആ കണ്ണുകൾ, ആ ചടുലമായ കണ്ണുകൾ സ്നേഹാതിരേകത്താൽ, വാത്സല്യത്താൽ ഇളകുന്നു, വെള്ളത്തിൽ തത്തിക്കളിക്കുന്ന മീനുകളെ പോലെ. വക്ത്രലക്ഷ്മീപരീവാഹ ചലന്മീനാഭലോചന. അടുത്ത നാമം നവചമ്പകപുഷ്പാഭാ നാസാദണ്ഡവിരാജിത.
നവചമ്പക പുഷ്പാഭ നാസാദണ്ഡവിരാജിത. കണ്ണുകൾക്ക് താഴെയുള്ള അവയവം മൂക്കാണ് അല്ലെ, നാസാദണ്ഡം. അപ്പോൾ പുതുതായി വിരിഞ്ഞ ചെമ്പകപ്പൂ പോലെ അഴകുള്ള നാസിക, മൂക്കോട് കൂടിയുള്ള ചെമ്പകപ്പൂവിന് നമ്മൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ നീണ്ട ഇവിടെ അല്പം ഉരുണ്ട് വികസിച്ചതായിരിക്കുന്ന ആണ് ചെമ്പകപ്പൂവിൻ്റെ ഒരു രൂപം എന്നതുപോലെ പുതുതായി വിരിഞ്ഞ ചെമ്പകപ്പൂ പോലെ അഴകുള്ള നാസികയോടുകൂടിയവൾ. ചെമ്പകപ്പൂ പോലെ അഴകുള്ള ആ രൂപത്തിലുള്ള നാസിക, മൂക്കോടുകൂടിയവൾ. ദേവിയുടെ മൂക്കിനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. നവചമ്പക പുഷ്പാഭ നാസാദണ്ഡവിരാജിത. നവചമ്പക പുഷ്പാഭ നാസാദണ്ഡവിരാജിത. അടുത്ത നാമം താരാകാന്തിതിരസ്കാരി നാസാഭരണഭാസുര. താരാകാന്തിതിരസ്കാരി നാസാഭരണഭാസുര. മൂക്കിൽ നമ്മൾ മൂക്കുത്തി ധരിക്കാറുണ്ട്. അപ്പോൾ ഇനി ദേവിയുടെ ആ മൂക്കുത്തിയെ പറ്റി ഇവിടെ വർണ്ണിക്കുന്നു. താരാകാന്തി തിരസ്കാരി, താരം നക്ഷത്രം, കാന്തി തിരസ്കാരി, അതായത് നക്ഷത്രത്തിൻ്റെ തിളക്കത്തെ തിരസ്കരിക്കുന്ന, അതിനെ കെടുത്തുന്ന, അതിനെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രകാശത്തോടു കൂടി തിളങ്ങുന്ന മൂക്കുത്തി ധരിച്ചവളാണ് ദേവി. അതായത് ദേവിയുടെ മൂക്കുത്തിയുടെ ആ തിളക്കം കണ്ടാൽ നക്ഷത്രങ്ങളുടെ വെളിച്ചം അതിൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്നുള്ളൊരു ഉപമയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നക്ഷത്രങ്ങളുടെ തിളക്കത്തെ പോലും ലജ്ജിപ്പിക്കുന്ന വിധത്തിൽ പ്രകാശിക്കുന്ന മൂക്കുത്തി ധരിച്ചിരിക്കുന്നവളായ ദേവി. അതാണ് താരാകാന്തി തിരസ്കാരീന അസാഭരണഭാസുര. അപ്പോൾ നോക്കൂ, നമ്മൾ ദേവിയെ വർണ്ണിച്ച് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യ നാമങ്ങളിൽ നമ്മൾ പറഞ്ഞു ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി, അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങൾക്കും മാതാവായവൾ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് കാരണഭൂതയായവൾ, മഹാരാജ്ഞി, ഈ പ്രപഞ്ചം മുഴുവൻ ഭരിക്കുന്ന ഏക ചക്രവർത്തിനിയായ മഹാരാജ്ഞി, ശ്രേഷ്ഠമായ സിംഹാസനത്തിലിരുന്ന ചിത് ശക്തിയാകുന്ന സിംഹാസനത്തിലിരിക്കുന്ന സിംഹാസനേശ്വരി. അതാണ് ആദ്യ നാമങ്ങളിലുണ്ടായിരുന്നത്. പിന്നെ ആ ദേവിയുടെ ഉത്ഭവത്തെപ്പറ്റി പറഞ്ഞു. ചിതഗ്നികുണ്ഡ സംഭൂത, ചിത്തെന്ന അഗ്നികുണ്ഡത്തിൽ നിന്നും ഭക്തർക്കായി അവതരിച്ചവൾ. ഭണ്ഡാസുരൻ്റെ വധത്തിനായി ദേവി അഗ്നിയിൽ നിന്നും അവതരിച്ചു എന്ന് പുരാണ സങ്കല്പം. ദേവകാര്യ സമുദ്യത, ദേവി വന്നത് ദേവന്മാരുടെ കാര്യങ്ങൾ, അതായത് ലോകക്ഷേമം, ധാർമ്മികത, ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ വന്ന ദേവി ദേവകാര്യ സമുദ്യതയാണ്. ഉദ്യദ്ഭാനുസഹസ്രാഭ വന്ന ദേവിയുടെ ആ ഒരു ശോഭയെ പറയുന്നു. ഉദിച്ചുയരുന്ന 1000 സൂര്യന്മാർ ഒരേ സമയം പ്രകാശിച്ചാലുള്ള തേജസ്സോടുകൂടി വന്ന ദേവി. ചതുർബാഹു സമന്വിത, 4 കൈകളോടുകൂടിയ ദേവി. രാഗസ്വരൂപ പാശാഢ്യ, രാഗമാകുന്ന പാശം കയ്യിലേന്തിയവൾ. ക്രോധാകാരാങ്കുശോജ്വല, ക്രോധമാകുന്ന അങ്കുശം ധരിച്ചവൾ. മനോരൂപേഷു കോദണ്ഡ, മനസ്സാകുന്ന കരിമ്പിൻ വില്ല് ധരിച്ചവൾ. പഞ്ചതന്മാത്ര സായക, ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നീ 5 തന്മാത്രകളാകുന്ന അമ്പുകൾ ധരിച്ചവൾ. അതാണ് നമ്മൾ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞത്. ഇന്ന് നമ്മൾ പറഞ്ഞത് നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല, തൻ്റെ ശരീരത്തിൽ നിന്നുള്ള ചുവന്ന പ്രകാശധാരയിൽ പ്രപഞ്ചത്തെ മുഴുവൻ മുക്കി നിൽക്കുന്നവൾ. സ്ഥൂലം സൂക്ഷ്മം കാരണം സർവത്തിലും നിറഞ്ഞ ആ മഹാചൈതന്യം, പ്രാണചൈതന്യമാണ് അമ്മ എന്നുള്ളതാണ് നാമത്തിൻ്റെ അർത്ഥം. പിന്നെ ദേവിയുടെ മുടി മുതൽ അടിമുതലുള്ള വർണ്ണനകൾ ആരംഭിച്ചു. ചമ്പകാശോക പുന്നാക സൗഗന്ധികല സത്കജ, ചമ്പകം, അശോകം, പുന്നാകം, സൗഗന്ധികം എന്നീ പൂക്കൾ കൊണ്ട് അലങ്കൃതമായ മുടിയിഴകളോടുകൂടിയവൾ. കുരുവിന്ദമണിശ്രേണീകനത് കോടീരമണ്ഡിത, കുരുവിന്ദമെന്ന പത്മരാഗരത്നങ്ങൾ പതിപ്പിച്ച കിരീടം ധരിച്ചവൾ. അഷ്ടമീ ചന്ദ്രവിഭ്രാജലികസ്ഥലശോഭിത, അഷ്ടമിത്തിഥിയിലെ ചന്ദ്രൻ്റെ ആകൃതിയുള്ള മനോഹരമായ നെറ്റിത്തടത്തോടു കൂടിയവൾ. മുഖചന്ദ്രകളങ്കാഭാമൃഗനാഭിവിശേഷക, ചന്ദ്രനിലെ മറുക് കളങ്കം പോലെ ദേവിയുടെ ചന്ദ്രബിംബം പോലുള്ള മുഖത്ത് കസ്തൂരി കൊണ്ടുള്ള തിലകം ശോഭിക്കുന്നു. വദനസ്മരമാംഗല്യ ഗൃഹതോരണ ചെല്ലിക, ദേവിയുടെ പുരികങ്ങൾ കാണുമ്പോൾ കാമദേവൻ്റെ മംഗളഭവനത്തിൻ്റെ വാതിലിൽ കെട്ടിയിരിക്കുന്ന തോരണങ്ങൾ പോലെ മനോഹരമാണ്. വക്ത്രലക്ഷ്മീ പരീവാഹചലന്മീനാഫലോചന, ദേവിയുടെ മുഖമാകുന്ന തടാകത്തിലെ കാന്തിയാകുന്ന വെള്ളത്തിൽ തത്തിക്കളിക്കുന്ന മീനുകളെപ്പോലെയാണ് അമ്മയുടെ ചടുലമായ കണ്ണുകൾ. നവചമ്പക പുഷ്പാഭനാസാദണ്ഡവിരാജിത, പുതുതായി വിരിഞ്ഞ ചമ്പകപ്പൂ പോലെ അഴകുള്ള മൂക്ക്, നാസികയോടുകൂടിയവൾ. താരാകാന്തി തിരസ്കാരി നാസാഭരണഭാസുര, ആ മൂക്കിലുള്ള മൂക്കുത്തി എങ്ങനെയാണ്? നക്ഷത്രങ്ങളുടെ തിളക്കത്തെ പോലും ലജ്ജിപ്പിക്കുന്ന വിധത്തിൽ പ്രകാശിക്കുന്ന മൂക്കുത്തി ധരിച്ചവൾ. അപ്പോൾ അമ്മയുടെ മുകളിൽ നിന്നുള്ള വർണ്ണന തുടങ്ങി നമ്മൾ അമ്മയുടെ മൂക്കുത്തി വരെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം മുതൽ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി, ചിതഗ്നികുണ്ഡസംഭൂത ദേവകാര്യസമുദ്യത, ഉദ്യദ്ഭാനുസഹസ്രാഭാ ചതുർബാഹു സമന്വിത, രാഗസ്വരൂപപാശാഢ്യാ ക്രോധാകാരാങ്കുശോജ്വല,
മനോരൂപേഷു കോദണ്ഡാവഞ്ചതന്മാത്രസായക നിജാരുണപ്രഭാപൂരമജ്ജദ്ബ്രഹ്മാണ്ഡമണ്ഡല ചമ്പകാശോകപുന്നാക സൗഗന്ധികലസത്കച കുരുവിന്ദമണിശ്രേണീകനത്കോടീരമണ്ഡിത അഷ്ടമീചന്ദ്രവിഭ്രാജ അളികസ്ഥലശോഭിത മുഖചന്ദ്രകളങ്കാഭാമൃഗനാഭീവിശേഷക വദനസ്മരമാംഗല്യാഗൃഹതോരണചില്ലിക വക്ത്രലക്ഷ്മീപരീവാഹാചലന്മീനാഫലോചന നവചമ്പകപുഷ്പാഭാനാസാദണ്ഡവിരാജിത താരാകാന്തിതിരസ്കാരിനാസാഭരണഭാസുരാം. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ തുടർന്ന് വരുന്ന ഭാഗങ്ങൾ എടുക്കാം. അമ്മ ശ്രീ ലളിതാംബിക അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും ജീവിതത്തിൽ നിറയട്ടെ. ഓം ശ്രീ ലളിതാംബികായേ നമഃ.